സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നും പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയൻ മ്യൂസിയത്തിലാണ്. ഈ സൗത്ത് ഓസ്ട്രേലിയൻ മ്യൂസിയത്തിലെ ചില കാഴ്ചകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഓസ്ട്രേലിയൻ അബോറിജിനൽ കൾച്ചേഴ്സ് ഗാലറി എന്ന മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഓസ്ട്രേലിയയിലെ അബോറിജിനൽ കൾച്ചേഴ്സ് ഗാലറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതായത് ഈ രാജ്യത്തെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗമായ ഗോത്രവർഗ്ഗക്കാരാണ് അബോറിജിനൽസ്. അവരുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള ഹിസ്റ്ററി ആണ് ഓസ്ട്രേലിയയ്ക്കുള്ളത്. ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തോടും വരവോടും കൂടി ഉന്മൂലനം ചെയ്യപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്ത ഒരു ചെറിയ ജനവിഭാഗമാണ് ഈ അബോറിജിനൽസ് എന്ന് പറയുന്നത്. അവരുടെ സന്തതി പരമ്പരകളും പിൻതലമുറക്കാരുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് വളരെ താഴ്ന്ന നിലയിൽ ഇവിടെ ജീവിച്ചു വരുന്നു. അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ സംസ്കാര വിശദാംശങ്ങളും ആണ് ഈ ആർട്ട് ഗാലറിയല്ല, ഈ മ്യൂസിയത്തിൻ്റെ ഈ സ്പെഷ്യൽ ഗാലറിയിൽ നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോഴും ഈ നാട്ടിൽ അവശേഷിക്കുന്ന അബോറിജിനൽസിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവർ നമ്മുടെ നഗരത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ സാധാരണയായി ഇത്തരം ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ഇനി ഈ അബോറിജിനൽസിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ സാഹചര്യങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, അവർ കൈകാര്യം മറ്റ് വസ്തുക്കൾ എന്നിവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേട്ടയാടുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന അമ്പിന് സമാനമായ ഉപകരണങ്ങളാണ് ഇവയൊക്കെ. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് കൃത്രിമമായി നിർമ്മിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപകരണങ്ങളൊന്നുമല്ല കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ ആയുധങ്ങളും ഉപകരണങ്ങളുമൊക്കെയാണ്. ഈ ആയുധങ്ങളും ഉപകരണങ്ങളും ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്.
വന്യമൃഗങ്ങളുമൊക്കെയായി പോലും വളരെ അടുപ്പത്തിൽ ഇണങ്ങിക്കഴിഞ്ഞിരുന്നതിൻ്റെ ചില സൂചകങ്ങൾ പോലും നമുക്കിവിടെ ലഭ്യമാണ്. വേട്ടയാടലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും അതിന് ഈ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളുമൊക്കെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വേട്ടയാടുന്നതിൻ്റെ ചില വീഡിയോസ് ഇവിടെ സ്ഥിരമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭക്ഷ്യധാന്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന വിധമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വെള്ളം ശേഖരിക്കുന്നതിനും അത് വഹിച്ചുകൊണ്ട് പോകുന്നതിനും സൂക്ഷിച്ച് വയ്ക്കുന്നതിനും കുടിക്കുന്നതിനുമൊക്കെ അന്ന് ഈ ഗോത്രവർഗ ജനത ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തീ നിർമ്മിക്കുന്നത് പാറകളിൽ ശക്തിയായി ഉരച്ച് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പാറകളിൽ ശക്തിയായി ഉരച്ച് തീ പിടിപ്പിക്കുന്ന ഗോത്രവർഗക്കാരുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് തീ കൈകാര്യം ചെയ്യുന്നതിനും മറ്റുമുള്ള ഉപകരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ മരുന്ന് വളരെ ഫലപ്രദമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ ആവശ്യമായ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും അടങ്ങുന്ന ഒരു ശേഖരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗോത്രവർഗ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുക്കളാണ്, മാതൃകകളായി നിർമ്മിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കളല്ല. യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1888 റൂഥർ എന്ന ഒരു മിഷണറി ഓസ്ട്രേലിയയിൽ അഡിലേഡിലെത്തുകയും അദ്ദേഹം കുറേ വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സൂചകങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം 18 വർഷക്കാലം ഈ ഗോത്രവർഗ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 900 കിലോമീറ്റർ കാളവണ്ടിയിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക ജനവിഭാഗത്തിൻ്റെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാര ചിഹ്നങ്ങളും അധികാര ഉപകരണങ്ങളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പുരാതന കാലം മുതൽ തന്നെ അവർ പാലിച്ചു പോന്നിരുന്നു എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു അരപ്പട്ടയും ഇവയൊക്കെ അധികാര ദണ്ഡുകളും ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹം പോലെയുള്ള സമുദായത്തിൻ്റെ ചടങ്ങുകളും ആരാധന, ആചാര, അനുഷ്ഠാന, അധികാര ചിഹ്നങ്ങളും
അതുമായി ബന്ധപ്പെട്ട സൂചകങ്ങളുമാണ് ഇവിടെ ഈ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ജനതയുടെ ചില ഉപയോഗത്തിന് വേണ്ടിയുള്ള വലിയ ജലക്ഷാമമൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പാത്രങ്ങൾക്ക് സമാനമായ തടി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. കല്ലും കമ്പും ഉപയോഗിച്ച് അഗ്നി നിർമ്മിക്കുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ ഉപകരണങ്ങൾ. മരുന്നുകൾ, വിവിധ ആവശ്യങ്ങൾക്ക് ഉള്ള ആയുധങ്ങൾ. ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളുടെയും ഏതാണ്ട് മാതൃകകളും യഥാർത്ഥത്തിലുള്ള വസ്തുക്കളുടെ ഭാഗങ്ങളും ഒക്കെ ഇവിടെ ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. വിവിധ ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളും പല ഭാഗത്ത് നമ്മൾ അത്തരം സമാനമായ ആയുധങ്ങൾ കാണുകയുണ്ടായി. ആയുധങ്ങൾ, കല്ലുകൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ഒക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പല ആവശ്യങ്ങൾക്ക് പല രൂപത്തിലും പല വലുപ്പത്തിലുമുള്ള ശിലകൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളും ശിലകളുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. മണ്ണ് ഇളക്കുന്നതിനും അവ നീക്കം ചെയ്യുന്നതിനും അവ പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുത്തുന്നതിനും ഒക്കെയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളാണ് ഈ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഗോത്രവർഗ ജനത ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന. വിവിധ തരത്തിലുള്ള മാലകളും കല്ലുകളും മരവുരിയും രോമങ്ങളുമൊക്കെ ഉപയോഗിച്ചുള്ള ആഭരണങ്ങളും പക്ഷികളുടെ തൂവലുകൾ, കിരീട സമാനമായ വസ്തുക്കൾ ഒക്കെ അവരുപയോഗിച്ചിരുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗോത്രവർഗ ജനത നായാട്ടിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളും അതിന് അനുബന്ധമായ വസ്തുക്കളുമൊക്കെയാണ് ഈ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. സമയമറിയുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഈ കാണുന്നത്. ഈ ജനതയുടെ ഭാഷ കരുണ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഭാഷയും അവരുടെ പാരമ്പര്യവും വ്യക്തമായി അതിൽ പരിജ്ഞാനമുണ്ടായിരുന്ന, അറിയാമായിരുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവാർട്ടിജി എന്ന ഈ സ്ത്രീ 1840 ജനിച്ച് 1900 മരണപ്പെട്ട ഈ സ്ത്രീയാണ്. ഈ ഭാഷ അറിയാവുന്ന ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഇദ്ദേഹമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അബോറിജിനൽസിൻ്റെ, അതായത് ഗോത്രവർഗ ജനതയുടെ ചരിത്രവും സംസ്കാരവും വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഈ ജനത ഉപയോഗിച്ചിരുന്ന മിനിമം വസ്ത്രധാരണം തുടങ്ങിയതിന് ശേഷം ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ് മരവുരി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ മരവുരി കൊണ്ടുള്ള നിർമ്മിത വസ്തു ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ അബോറിജിനൽ ജനവിഭാഗങ്ങൾ മൃഗങ്ങളെയൊക്കെ പിടിച്ച് തീയിൽ ചുട്ട് എടുക്കുന്ന അന്നത്തെ വീഡിയോസ് ശേഖരിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ടിവികളിൽ നിരന്തരം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും ഇവിടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംഗീതോപകരണവും അതിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതവും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ മരക്കഷ്ണത്തിൽ ചെത്തിയുരുമി ഉണ്ടാക്കിയ
നൗകകൾ പല വലുപ്പത്തിലും പല രൂപത്തിലുമുള്ള നൗകകളാണ് ഇവിടെ കാണുന്നത്. ഇവയൊക്കെ ഈ ഗോത്രവർഗ ജനത ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നവ തന്നെയാണ്. അബോറിജിനൽസ് ഉപയോഗിച്ചിരുന്ന പ്രതിരോധ ആയുധങ്ങളാണ് സ്വയരക്ഷയ്ക്കും ജീവരക്ഷയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന ജീവൻ രക്ഷാ പ്രതിരോധ മാർഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിചിത്രവും വിശിഷ്ടവുമായ ഒരു കാഴ്ചയാണിത്. നമ്മളൊക്കെ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് ബൂമറാങ്. ബൂമറാങ്ങിന് പ്രത്യേകതയുണ്ട്. ബൂമറാങ് ചുഴറ്റി എറിഞ്ഞാൽ അത് എറിയുന്ന ആളുടെ കൈവശം തന്നെ വന്നു ചേരും. എറിയുന്ന ആളുടെ പക്കൽ തന്നെ വന്നു ചേരുന്ന ഒരു ഉപകരണമാണിത്. ഇതാണ് ബൂമറാങ്. ഇത് നാട്ടി നിർത്തിയിരിക്കുന്ന ഒരു കമ്പിയിൽ വെറുതെ വെച്ചിരിക്കുന്ന ബൂമറാങ്ങാണ്. അത് തനിയെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് അതിൻ്റെ ശാസ്ത്രവും യാഥാർത്ഥ്യവും. ബൂമറാങ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വേറൊരു രൂപത്തിലും ഘടനയിലുമുള്ള പാത്രങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഉത്സവങ്ങൾക്കും മറ്റും ഇതുപയോഗിച്ചിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയൻ ഗോത്രവർഗ ജനതയുടെ ചരിത്രവും സംസ്കാരവും വിശദമാക്കുന്ന അബോറിജിനൽ കൾച്ചറൽ ഗാലറിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.